അവിടെ ഇഷ്ടംപോലെ വൈൻ ടേസ്റ്റിങ്ങും പിന്നെ പച്ചയ്ക്ക് സാൽമണൊക്കെ കഴിച്ച് ഓർക്കണ്ടോ മനസ്സിൽ പോയിട്ട് സാൽമൺ പിന്നെ എന്തൊക്കെയോ മീറ്റ് കഴിച്ചാലും നമ്മള് റെയിൻഡിയർ മീറ്റും സാൽമണും കഴിച്ചു. അതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ സാമ്പാർ റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്ക് അന്ന് റെയിൻഡിയർ കുക്ക് അല്ലായിരുന്നു തോന്നുന്നില്ല, പച്ചറച്ചി പോലെ എനിക്ക് തോന്നിയത്. എന്തോ എനിക്ക് ആ സമയത്ത് ഞാൻ കഴിച്ചു. സാമ്പാർ റെസ്റ്റോറന്റ് ആണ് പിന്നെ പറയാനുള്ളത്. വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ മുർമാൻസ്ക്. പോയി കഴിഞ്ഞാൽ പോകുന്നുണ്ടോ സാമ്പാർ റെസ്റ്റോറന്റിൽ പോയിരിക്കണം. അവിടുത്തെ ടേസ്റ്റിംഗ് മെനു. അതെ, ടേസ്റ്റിംഗ് മെനു ട്രൈ ചെയ്യണം. അവിടുത്തെ ആംബിയൻസ് ആണ് ഏറ്റവും മെയിൻ. വൈബ് സെറ്റ് ആണ് സത്യം. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാവും, ആ ഇന്റീരിയറും കറക്റ്റ്. പിന്നെ നമ്മൾ ഇരിക്കുന്ന അവിടെ മറ്റേ എന്തോ ഒരു മൃഗം ഉണ്ടല്ലോ, അതിന്റെ ഫെദേഴ്സ് ആണ് നമ്മൾ അത് വെച്ചേക്കുന്നത്. ഫെദർ അല്ല, സ്കിന്നാ വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു വേറെ മൂഡ് സ്ഥലം. മെയിനായിട്ട് നമ്മൾ അന്ന് നൈറ്റ് നോർത്തേൺ ലൈറ്റ്സ് ഹണ്ടിങ്ങിന് പോയി. മുർമാൻസിൽ നോർത്തേൺ ലൈറ്റ്സ് ഹണ്ടിങ്ങിനെ പറ്റി പറയാം. നോർത്തേൺ ലൈറ്റ്സ് ഹണ്ടിങ് ശരിക്കും പേര് പോലെ തന്നെ ഹണ്ടിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്കൊന്ന് ഒരു 9 മണിയായപ്പോൾ അവരൊന്ന് പിക്ക് ചെയ്തു. നമ്മൾ ബുക്ക് ചെയ്ത ടീം വന്ന് പിക്ക് ചെയ്ത് എനിക്കൊന്നൊരു ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരെ പോയി. നമ്മൾ സിറ്റിയുടെ പുറത്തേക്ക് എന്ന് വെച്ചാൽ ലൈറ്റ് പാടില്ലല്ലോ, കുഗ്രാമത്തിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്നു. നിന്നതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പോയി നിന്നു. അപ്പൊ നമുക്ക് ചെറുതായിട്ട് നോർത്തേൺ ലൈറ്റ്സ് കാണാം. പിന്നെ നോർത്തേൺ ലൈറ്റ്സ് കാണാനായിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ ക്ലൗഡ്, വിൻഡ്, പിന്നെ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെ മാഗ്നറ്റിക് ഇതൊക്കെ അവർ നോക്കണം. അതൊക്കെ അവർക്ക് അവരുടെ നമ്മൾ പോകുന്ന ആൾക്കാരുടെ സ്കെയിലൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ മറ്റേ റഡാർ പോലത്തെ സാധനങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ചാണ് അവർ നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ മഴ വരുമെന്ന് നമ്മൾ നോക്കുന്ന അതിനുശേഷം നമ്മൾ അവിടെ പോയി നിന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കണ്ടു. പിന്നെ പതുക്കെ തെളിഞ്ഞു വന്നു. അതാണ് ഒടുക്കത്തെ തണുപ്പും, നല്ല തണുപ്പാണ്, ഫ്രീസിങ് ടെമ്പറേച്ചർ ആണ്. നമ്മള് മറ്റേ മുഖം മൂടി കയ്യില് ഗ്ലൗസ് എടുത്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കൈ പോയി. അതായത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഗ്ലൗസ് ഊരി ഫോൺ എടുത്ത് ഞങ്ങളെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ആണല്ലോ, അപ്പൊ അതെടുത്ത് പിടിക്കുമ്പോ തന്നെ ജസ്റ്റ് ഒരു 10 seconds മാക്സിമം നിങ്ങൾക്ക് പിടിക്കുമ്പോ തന്നെ നിങ്ങളുടെ കൈ മരവിച്ച് പറ്റില്ല. അതിനുശേഷം അങ്ങനെ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ക്ലൗഡ്സ് ഒക്കെ ഒന്ന് മാറി ലാസ്റ്റ് കണ്ടു, നോർത്തേൺ ലൈറ്റ്സ് കണ്ടു. പക്ഷെ കണ്ടപ്പോ തന്നെ പോവുകയും ചെയ്തു. പോയി. അത് ശരിക്കും പറഞ്ഞാൽ നോർത്തേൺ ലൈറ്റ്സ് കാണുന്ന ഒരു ഭാഗ്യമാണ് ആൾക്കാർക്ക്. എത്രയോ പേര് പോയിട്ട് ഡിസപ്പോയിന്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം. അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും പറ്റി. അത് ലാസ്റ്റ് അങ്ങനെ കണ്ട് അതൊരു നൈറ്റ് ആയിരുന്നു. അതൊരു നൈറ്റ് തന്നെയായിരുന്നു. നമ്മൾ 9 മണിക്ക് പോയി. വെളുപ്പിന് ഐ തിങ്ക് 3 o'clock സംതിങ് ടൈം തിരിച്ചെത്തിയത്. യെസ്, കറക്റ്റ്.